മായങ്കോഡസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്കായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് നമ്മളൊരു ചെടിയെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ആ ഒരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ, നമ്മൾ കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും പണ്ട് കാലം മുതലേ കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഇതിൻ്റെ ഇലയും പൂക്കളും ഒക്കെ ഞങ്ങൾ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കാനായിട്ട് ചിരട്ടയിലൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഇത്രയും ഒരു അപകടാവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ റീസെൻ്റ്ലിയാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണവും കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞ ചെടി ഇതാണ്. ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ വേലിയിലും കാര്യങ്ങളിലും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നതാണ്. ഇതിൻ്റെ പൂക്കളാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ആ പച്ചക്കിടയിൽ ആ ഒരു ചുവപ്പ് കളറിലൊക്കെ പൂക്കൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇത് ഒരു വർഷം, എല്ലാ ദിവസവും ഇതിൽ പൂക്കളുണ്ടാവും. 365 ദിവസവും ഇതിൽ പൂവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പൂന്തോട്ടങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട്, അല്ലെ വേലിയിലൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ ഇലകളാണ് കേട്ടോ ഡേഞ്ചർ. കാരണം ഇതിൻ്റെ ഇലകളാണ് കുട്ടികളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷാംശം ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെറിയ കുട്ടികളുടെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. കാരണം ഇതിൻ്റെ ഇലകൾ കുട്ടികളുടെ ഉള്ളിൽ അറിയാണ്ട് പോലും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത്ര വിഷവാംശം. കാരണം ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ചെറിയ അളവിൽ വിഷാംശം മതിയാവും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാനായിട്ട്. അപ്പോൾ അതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അമ്മമാർ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിയുടെ ഇലയുണ്ടല്ലോ, ആ പച്ച കളറിൽ ഉണ്ടാവുന്ന ആ ഇലയ്ക്കുള്ളിൽ സൈനോജനിക് ഗ്ലൈക്കോസൈഡുകൾ എന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രാസവസ്തു നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൈഡ്രോസയാനിക് ആസിഡ് എന്നൊരു വിഷവാതകത്തിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷവാതകം നമ്മുടെ ശരീരത്തിൽ ശ്വാസതടസ്സം ഉണ്ടാകും. കാരണം കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ശ്വാസതടസ്സം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കും. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ഛർദി, ഓക്കാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അത് നമ്മൾ കുട്ടികൾക്കാണ് അത് മരണത്തിലേക്ക് എത്താനുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. അതോടൊപ്പം വലിയവർക്കാണെങ്കിലും ഇത് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാനും ഛർദി ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഇലകൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വളർത്തുമൃഗങ്ങളെ ശ്രദ്ധിക്കണം. വളർത്തുമൃഗങ്ങളും ഇതിൻ്റെ ഇലകൾ അല്ലെങ്കിൽ ഈ ചെടി തിന്നാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവർക്കും വയറിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഇലകൾ ഇങ്ങനെ തണ്ടിങ്ങനെ ഒടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിനുള്ളിലൊരു, നമ്മൾ ഈ ഇലയൊക്കെ പൊട്ടിച്ചെടുക്കില്ലേ, അതെന്ന് പറഞ്ഞ മാതിരി പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതിനുള്ളിലൊരു സ്രവം ഉണ്ടാവും. ആ സ്രവം നമ്മൾ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക്, എന്ത് തൊട്ടാലും അലർജി ആവുന്ന സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവും ഈ സ്രവം കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആ പൂക്കൾക്കുള്ളിൽ ഒരു പൊടി ഉണ്ടാവും അതിൻ്റെ പുറത്ത്. അപ്പോൾ ആ പൊടിയും അതേപോലെ തന്നെയാണ് ആ സ്കിന്നുകാർക്ക് നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ, നമ്മൾ അറിയാണ്ടാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ നന്നായി സോപ്പിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ അക്കാലിഫ ഹിസ്പിഡ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. എന്നാലും പല പേരുകളിൽ ഈ പൂ അറിയപ്പെടുന്നുണ്ട്. പൂച്ചവാലൻ, വട്ടപ്പൊൻ തളേര്, അതേപോലെ ഫോക്സ് ടെയില്, റെഡ് ഹോട്ട് ക്യാറ്റ് സ്റ്റൈല്, അങ്ങനെ പല പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്, നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പൂക്കളുമായിട്ട് നിൽക്കുന്നത് ഭംഗിയാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം, ഇതിനകത്ത് ഇങ്ങനെ ഒരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള അറിവോടുകൂടി വേണം നമ്മൾ ഈ ചെടികൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട്. കാരണം നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും, നമ്മളെല്ലാവർക്കും തന്നെ ചെടികൾ വീട്ടിൽ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ചെടികൾ വളർത്തുമ്പോൾ ഇതിങ്ങനെ പൂക്കൾ ഒരുപാട് ഭംഗിയിൽ നിൽക്കുമ്പോൾ അതിലേക്കാൾ രസമാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പൂന്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇതിനുള്ളിൽ എന്തെങ്കിലും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ, അതേപോലെ എന്തെങ്കിലും വിഷാംശങ്ങൾ ഇതുപോലെ അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണോ, അത് കുട്ടികളുടെ ഉള്ളിൽ ചെല്ലാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഇതിനെക്കുറിച്ചുള്ള അറിവുകളോട് കൂടി തന്നെ, അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ചെടികളും വെച്ച് പിടിപ്പിക്കുക. കാരണം പിന്നെ ഒരു അപകടം വന്നു. കാരണം നമ്മുടെ ഈ അരളിച്ചെടിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് നല്ല ഭംഗിയിൽ പൂക്കളായിട്ട് നിന്നാണ്. അതിൽ നിന്ന് റീസെൻ്റ് ആയിട്ടാണ് നമുക്കതിൽ നിന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.